സോ ഇന്ന് നമ്മൾ അലീഷക്കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് അബുദാബിയിൽ വന്നിട്ടുള്ളത്. നമ്മൾ എത്തുമ്പോഴത്തേക്ക് ഒരു ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചെല്ലാം അവിടെ നിന്ന് തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അബുദാബിയിൽ ഒരു അടിപൊളി മ്യൂസിയത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് കോൾഡ് ലൂറി മ്യൂസിയം. നിങ്ങൾ അബുദാബിയിൽ വരുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ദെയർ. നല്ല ലൈക്ക് വേർത്ത് ആയിരിക്കും. എന്താ നല്ല എസ്തെറ്റിക് വൈബ്സ് ഉള്ള സ്ഥലമായിരുന്നു. എനിക്ക് ഈ നമ്മൾ കെ ഡ്രാമ ഒക്കെ കാണൂലേ, ആ കെ ഡ്രാമയിലൊക്കെ കാണുന്ന ആ ഒരു ഫീലായിരുന്നു അവിടെ പോയപ്പോൾ ഉണ്ടായത്. ഫോട്ടോ എടുക്കാനാണെങ്കിൽ ദിസ് ഇസ് ദി പ്ലേസ് ഫോർ ദാറ്റ്. അവിടെ കുറേ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെ ഉണ്ടായത്. കുറേയെല്ലാം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ബോറടിക്കും. പക്ഷെ അവിടുത്തെ ആ ഒരു കണ്ടംപററി സ്റ്റൈലും ആ ആ ഒരു ഫീലൊക്കെ വേറെ തന്നെ ആയിരുന്നു. നമ്മൾ വേറെ എവിടെയോ എത്തിയ പോലെ ആയിരുന്നു. പ്രത്യേകിച്ചിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് പോയപ്പോൾ നമ്മൾ സാധാരണ മ്യൂസിയംസ് ഒക്കെ ലൈക്ക് ക്ലീഷേ മ്യൂസിയംസ് എന്ന് പറയുന്ന പോലെയല്ല. ബട്ട് ദിസ് വാസ് വെരി ഡിഫറെൻറ്റ്. പിന്നെ ഇവളെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവളെ കുറേ ഫോട്ടോസും സ്റ്റിൽസും അങ്ങനെയെല്ലാം എടുത്തിട്ട് കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ക്ലോസിങ് ടൈമിൻ്റെ 1.5 hour മുമ്പേ മറ്റാന്ന് എത്തിയത്. അതുകൊണ്ട് തന്നെ ഫുള്ളൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ലൈക്ക് ഓരോ സെക്ഷൻസ് ആയിരുന്നു, ഓരോ ടൈപ്പ് അല്ലെങ്കിൽ ഓരോ കൺട്രീസ് ബേസ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങളായിരുന്നു. പക്ഷെ അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് വീൽ ബി ലൈക്ക് അടുത്തതെന്താ ലൈക്ക് നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവും അത് എന്താണ് കാണാനുള്ളത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അതിനുള്ള ടൈം ഉണ്ടായിട്ടില്ല. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ടയേർഡും ആയിന്. പിന്നെ എനിക്ക് അവിടെ ഇഷ്ടമായത് ഈ പെയിന്റിങ് ഏരിയ എന്ന് കേട്ടോ. ലൈക്ക് സോ മെനി ടൈപ്സ് ഓഫ് പെയിന്റിങ്സ് വരുന്നത്. എല്ലാം ഓരോന്നും ഡിഫറെൻറ്റ് ടൈപ്സ്. പിന്നെ അവിടെ കുറേ ഉണ്ടായിരുന്നത് കുറേ സ്റ്റീൽ വർക്ക്സ്, പിന്നെ ഓരോ ഏരിയയിലുള്ള സംഭവങ്ങൾ. ഇതുണ്ടാവും നമ്മൾ അവിടുത്തെ ചെമ്പെടുത്തിട്ട് വെച്ചത്. ലൈക്ക് ഇറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ നോ. ആൻഡ് ഇങ്ങനത്തെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് പോലും നമുക്കറിയില്ല. അതെ, പക്ഷെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഗുഡി സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം പോയി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഇതാന്ന് കേട്ടോ അവിടുത്തെ ഒരു ഡോം പോലെ ആക്കിയിട്ടുള്ളൊരു സംഭവം. ദാറ്റ് വാസ് ഓൾസോ വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇവിടെ ദുബായിലുള്ളവർക്ക് ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞു വരുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാനിവിടെ വന്നപ്പം എനിക്ക് അറിയണ്ടായിട്ടില്ല ഇങ്ങനത്തെ ഒരു മ്യൂസിയം അബുദാബിയിലുണ്ട്. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ പോയി. അപ്പം അത്രയേ ഉള്ളൂ.